ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലെ അടുക്കളയിലെ തിരക്കാണ്. ഉച്ചക്കത്തെ ചോറിനുള്ള കറിയും കാപ്പിയും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് കാണിക്കുന്നത്. കാപ്പിക്കായിട്ട് ഇടിയപ്പമാണ് രാവിലെ ഉണ്ടാക്കാൻ തീരുമാനിച്ച് അതിനായിട്ട് വെള്ളം വെച്ച് മാവൊന്ന് വാട്ടിക്കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇടിയപ്പത്തട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്ത് മാവൊന്ന് പീച്ചിയെടുക്കണം. രാവിലെ തസ്നിയാണ് കേട്ടോ പാചകത്തിൽ. അവൾ വളരെ സ്പീഡിൽ തന്നെ പണികളൊക്കെ തീർക്കും. രാവിലെ 9 മണിയോടുകൂടി അവളുടെ അടുക്കളയിലെ മുഴുവൻ പണികളും കഴിയും. ഇനി അവൾ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്. ആ ക്ലാസ്സിന് കയറണവൾക്ക് കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അടുത്ത പണി കറിയ, പിന്നെ കാപ്പിക്കുള്ള കറി, ഇതെല്ലാം ഒരുമിച്ച് ഒരേപോലെ 3 അടുപ്പിൽ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. വീഡിയോ എടുത്ത ശേഷം ഓരോന്നായിട്ട് ഞാൻ അറേഞ്ച് ചെയ്താണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കാപ്പിയുടെ തൊട്ടപ്പുറയായിട്ട് കറി ഇരിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇടിയപ്പം ദാണ്ട് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇടിയപ്പത്തിന് മുട്ടക്കറിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ദാണ്ട് ഇവിടെ 2 സവോള തൊലി കളഞ്ഞെടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സവോളയൊന്ന് വഴറ്റിയെടുക്കണം. അതിനായി കുക്കറൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒപ്പം മീറ്റ് മസാല കൂടിയിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വന്ന ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, ഒരുപാട് ചാറ് വേണ്ട കേട്ടോ മുട്ടക്കറിക്ക്. എല്ലാവരും ഒന്നും ചാറ് കൂട്ടുകയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ദാണ്ടേ ഒരു ഫിസിലടിക്കാനായിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഗ്രേവി ഇത്രയും തയ്യാറാക്കിയ ശേഷമാണ് മുട്ട പുഴുങ്ങാനായിട്ടിട്ടത്. മുട്ടയുടെ വെന്ത് അതേണ്ട പൊളിച്ചെടുത്ത് എല്ലാം മുട്ടക്കറിയിലേക്ക് ഇട്ട് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ കാപ്പിക്കുള്ള കറിയും റെഡിയായി. ഇനി ഉച്ചത്തേക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള മുരിങ്ങക്കായും മാങ്ങയുമാണ് കറി വെക്കാൻ പോകുന്നത്. സാധാരണ ചക്കക്കുരു, മാങ്ങയും മുരിങ്ങക്കയും കൂടാണ് കറി വെക്കുന്നത്. എന്നാൽ ചക്കക്കുരു കിട്ടിയത് ഇരിപ്പില്ല. ഇവിടെ ചക്കയൊക്കെ നല്ല വില കൊടുത്താണ് വാങ്ങിക്കുന്നത്. എങ്കിലും ഇവ വാങ്ങിക്കും. ചക്ക കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പോയി വാങ്ങിക്കും. പക്ഷേ അടുത്തോടെ വാങ്ങിച്ച ചക്കയുടെ കുരു ഒന്നും ഇരിപ്പില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ചക്കക്കുരു ഇല്ലാതെ മാങ്ങയും മുരിങ്ങക്കയും കൂടെ തേങ്ങ അരച്ച് ചാറ് വെക്കാനായിട്ടാണ്. അതിനുവേണ്ടി മാങ്ങയും മുരിങ്ങക്കയും അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പച്ചമുളകാണേലും നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ അരപ്പിനാവശ്യമായ തേങ്ങായ ഒരു അരമുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി തേങ്ങയിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ അത് വേവാൻ വെച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട, കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി. നല്ലതുപോലെ അരച്ചെടുക്കണം. ദാണ്ട് ഇവിടെ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. അരപ്പൊക്കെ റെഡിയാക്കി വന്ന സമയം കൊണ്ട് മാങ്ങയും മുരിങ്ങക്കയും ഇട്ടിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഒരുപാട് വെന്തുടയണമെന്നില്ല. ചക്കക്കുരു ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെന്തുടഞ്ഞാൽ നല്ലതാണ്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കണം. ദാണ്ട് ഇവിടെ നന്നായിട്ട് എന്നിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി തിളയ്ക്കണ്ട, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അരപ്പൊന്ന് ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറുവാൻ വേണ്ടി മാത്രം. ഇനി ഇതിലേക്ക് കടുക് വറുത്തൊഴിച്ചാലാണ് മാങ്ങാക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് ദാണ്ട് കടുക് വറുക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ചെറിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതിൻ്റെ കൂടെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നത് കറിക്ക് ഭംഗിയുമാണ്, ടേസ്റ്റുമാണ്. ഇനി എരിവ് കുറവാണ്, അതിനൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടി ഇതാണ്ട് വറ്റൽ മുളക് കൂടി ഒന്ന് കടുക് വറുത്ത് കൊടുക്കുന്ന കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചക്കക്കുരു മാങ്ങക്കറിയും റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ തന്നെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദാണ്ട കോളിഫ്ലവർ ഇവിടെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. തസ്നിയുടെ സ്പെഷ്യലായ ഐറ്റത്തിലൊന്നാണ് ഈ കോളിഫ്ലവർ ഫ്രൈ. അരിഞ്ഞെടുത്ത ശേഷം അതിനകത്ത് നികക്ക വെള്ളം വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കും. ഇതാ കണ്ടോ, ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് വേണം എടുക്കാനായിട്ട്. കാരണം ഇത് കോളിഫ്ലവർ ആയതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത് എത്രത്തോളം വെട്ടി തിളപ്പിക്കുന്നുണ്ടെന്ന്.
ഇനി ആ വെള്ളം മുഴുവനും ഊറ്റിക്കളഞ്ഞ ശേഷമാണ് മസാലകൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് മൈദാപ്പൊടി, കുറച്ച് കോൺഫ്ലവർ, ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് മൈദാപ്പൊടിയും കോൺഫ്ലവറും ആഡ് ചെയ്യുന്നത്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ നേരത്തെ ഇവിടെ ഉപ്പ് ചേർത്ത് അത് വേവിച്ചെടുത്തിരുന്നു, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ദാ ഇവിടെ നോക്കിയാൽ മതി, കുറച്ച് വെള്ളം ഒഴിച്ച് ദാ ഇങ്ങനെയാണ് എടുക്കുന്നത്. ദാ ഈ ഒരു പരുവത്തിൽ. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവർ കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കൂടിപ്പോയി. ആ വെള്ളം കൂടി ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് മൈദപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ രാവിലെ പണി തീർക്കുന്നതുകൊണ്ട് ഇതും കൂടെ തസ്നി സെറ്റാക്കി വെച്ചെന്നേ ഉള്ളൂ. ഇനി കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ദാണ്ട ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായി വന്നപ്പോഴേക്കും സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂക്കണം. 2 സൈഡും നല്ലതുപോലെ മൂത്തതിന് ശേഷമാണ് കോരിയെടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ മൈദാമാവും കോൺഫ്ലവറും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ. തസ്നി ഇതെന്നെ ഏൽപ്പിച്ചിട്ട് അപ്പുറം എന്തോ പണിക്ക് പോയി. എനിക്കറിയില്ലായിരുന്നു ഇത് ഇളക്കി കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ മറിച്ചിടാനായിട്ട് എളുപ്പമായിരുന്നു. അതിന് ശേഷം അവൾ കുത്തിപ്പൊട്ടിച്ച് ഇളക്കിയെടുക്കുമായിരുന്നു. അങ്ങനെ 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം ഇവിടെ കോരിയെടുക്കുന്നുണ്ട്. ദാണ്ട കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇത് ഞങ്ങൾ അപ്പം തന്നെ പറക്കി തിന്ന് തീർത്തു. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ദാണ്ട ഹൈറു മോൾക്ക് പ്ലേ സ്കൂളിൽ പോകണം. അവൾ കുളിച്ച് റെഡിയായിട്ട് ഇടിയപ്പം തിന്നാനിരിക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പണിയാണ് ഹൈറുമോളെ കഴിപ്പിക്കുക എന്നുള്ളത്. വളരെ പാടാണ്. കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് സൂപ്പറാന്ന് കാണിക്കുന്നതാണ്. ഹൈറുമോളെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയിടാനായിട്ട് അമ്മച്ചി കൂടെ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് വഴക്കുണ്ടാക്കി അവൾ അമ്മച്ചിയെ കൊണ്ടാണ് പ്ലേ സ്കൂളിലേക്ക് പോയത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പ്ലേ സ്കൂള്. അമ്മച്ചിയോടൊപ്പം കുക്കുവും ഫത്താവും എല്ലാം തന്നെ പോയി. തസ്നിയോ അബിയോ വേണം ഹൈറുമോളെ സ്കൂളിലേക്ക് കയറ്റി വിടുവാനായിട്ട്. ഹൈറുമോളെ പ്ലേ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് ദാണ്ട് പാലെടുപ്പത്ത് വെച്ചേക്കുന്നതാണ് കോഫി ഇടാനായിട്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അബിക്ക് ഓഫീസിൽ പോകാറുണ്ട്, അതുകൊണ്ട് തന്നെ ദാണ്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. ഞങ്ങളെ നോക്കി നിന്നിട്ട് ഞങ്ങൾ ഓരോരോ പണി തീർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ തിരിച്ചു വന്നപ്പോഴത്തേനും അവർ കഴിച്ചു കഴിഞ്ഞു. എന്നാലും നല്ല മുട്ടക്കറിയൊക്കെ ആയിട്ട് അവൾ വെച്ചതാണ്. ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദാണ്ട് അബിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അവൻ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. ബൈ.